ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 21. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പോൾ ഇന്ന് ചേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ചേട്ടൻ്റെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതായത് ഒരു റോൾസ് റോയ്സ് കാറാണ് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പോകുന്നത്. അതേ സുഹൃത്തുക്കളെ നിങ്ങൾ ഞെട്ടണ്ട, റോൾസ് റോയ്സ് കാറാണ്, പക്ഷേ ഒറിജിനൽ കാറല്ല. അതാ ഈ കാണുന്ന ഒരു ടോയ് മോഡൽ കാറാണ്. അപ്പോൾ ഇത് കുറേ നാളുണ്ടാകാൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കിയാണ് ആമസോണിലും വേറെ സൈറ്റുകളിലൊക്കെ. അപ്പം നല്ല വിലയൊക്കെ ആയതുകൊണ്ട് തന്നെ വേണ്ടെന്ന് വിചാരിക്കുകയായിരുന്നു. പക്ഷേ ചുമ്മെങ്കിലും ഇവൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയും, എടാ നീ എനിക്കൊന്ന് വാങ്ങിച്ചു തരുമെന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പറയും, എണീച്ച് പോടാ, ഈ പ്രായത്തിലാണ് ഇങ്ങനത്തെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കളിക്കുന്നതൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. പിന്നെ എന്തായാലും ബർത്ത്ഡേ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവൻ്റെ താഴെ കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അവൻ്റെ ആ ഒരു സർപ്രൈസായ ഒരു റിയാക്ഷനാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ പോണതിന് മുമ്പേ ഒന്ന് മൂടിക്കൊണ്ടുപോകാം. എനിക്ക് തോന്നുന്നു ഇത് വാങ്ങിച്ചപ്പോൾ തന്നെ ഒരു ആമസോണിൻ്റെ കവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കവറിൽ മൂടിക്കൊണ്ട് അവന് കൊണ്ട് കൊടുക്കാം. അവൻ്റെ റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയണം. സാധാരണ അവൻ്റെ മുഖത്തൊന്നും വലിയ റിയാക്ഷൻ ഒന്നും വരാറില്ല. അവരിപ്പോൾ എന്തെങ്കിലും വരുമോ ഞാൻ നോക്കട്ടെ. ഇൻട്രൊഡക്ഷൻ എടുക്കണം. വരായി ഹെൽമെറ്റ് വെച്ച് ഇതിന് ടെററായിട്ടിരിക്കടാ. ഹെൽമെറ്റ് വെച്ച്. ഹാപ്പി ബർത്ത്ഡേ അജീഷ് ബ്രോ. താങ്ക് യു. ഗിഫ്റ്റ് എടുത്തോട്. എനിക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ല. എന്ത് എന്തിനാ ഉണ്ടാക്കണം പറയുന്നല്ലേ? അമ്മ ഗിഫ്റ്റ് ഒന്നും കൊടുക്കല്ലേ അമ്മ? മഞ്ച് കോളടിച്ചല്ലേ ഇതെല്ലാം. ഇതാണ് ഇവൻ കിട്ടിയില്ലെന്ന് പറഞ്ഞ പിണങ്ങിയിരുന്നു. ഒരു ദിവസം ഫുള്ള് ഇവൻ പിണങ്ങിയിരുന്നു, മഞ്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. ഇതല്ല, അത് 20 രൂപ വലുത്. ഇത് എത്ര രൂപയാണ്? അത് 10 രൂപയുടെ ആണെങ്കിലും മഞ്ച് തന്നെയല്ല. ഇനി ഞാൻ ഒരു ഗിഫ്റ്റ് തരാം. ഹാപ്പി ബർത്ത്ഡേ. തുറന്ന് നോക്കാം അങ്ങോട്ട്. ഇതെല്ലാം നീ കൊറേ നാളുണ്ട് വാങ്ങിച്ചോ ചോദിച്ചത്. അടുത്ത വർഷം ഇതിന്റെ ഒറിജിനൽ വാങ്ങിക്കാനുള്ള ഭാഗ്യം നിനക്ക് തരട്ടെ. ഇതിന് ഞെട്ടിക്കണമെന്നുണ്ടായിരുന്നു. വേറെ എന്തൊരു വന്നാലും ഇപ്പൊ ഞെട്ടൂല. ഇത് എന്നിട്ട് നോക്കിയിട്ട് കാര്യമായിട്ടുള്ള റിയാക്ഷൻ ഒന്നും ഇല്ല മുഖത്ത്. കാറിൽ തൊട്ടോ അല്ലല്ലേ? പണ്ടേ ഒരു കാർ പ്രേമിയായിരുന്നു ഗൈസ് ബൈ. ഓ വിഷയം. ഇതാണ് ചേട്ടൻ്റെ അടുത്ത് വാങ്ങിച്ചു തരാൻ പറഞ്ഞ കാറ്. ലൈറ്റ് ആ ഒരു ബോണറ്റിൽ പ്രസ് ചെയ്താൽ മതി, ലൈറ്റ് എത്തും. പക്ഷെ അതിന്റെ ബാക്കിൽ നിന്നുള്ള ബാറ്ററി മാറ്റണം. ബാറ്ററിയുടെ ഇത് ഈ സാധനം എടുത്ത് മാറ്റണം. അത് മാറ്റിയാ അത് വലിച്ചങ്ങ് പൊക്കിയാൽ മതി. ഇനി ആ ഒരു ഇതിൽ പ്രസ് ചെയ്ത് നോക്കിയേ. ബാക്കിലോട്ട് എടുത്താൽ അത് ഫ്രണ്ടിലോട്ട് വരും. ഡോർ തുറക്കാൻ പറ്റില്ലേ? പറ്റും. ഡോറ് ഡിക്കി എല്ലാം തുറക്കാം. അപ്പോഴത്തേക്കും എന്റെ കാര്യം എളുപ്പമായി. ഇതെല്ലാം കാർട്ട് ചെയ്തിട്ടിരിക്കുന്നു കൊറേ ദിവസം. എല്ലാ സെറ്റപ്പും ഉണ്ട്. പക്ക കാറുകളൊക്കെ ഉണ്ടല്ലേ? ബാക്ക് ഡിക്കി തുറക്കാൻ പറ്റും. അത് തുറക്കാൻ എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഞാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല. അത് തുറക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. എല്ലാം തുറക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഇത്. ബാക്ക് ഡിക്കി തുറന്ന് നോക്ക്, മറ്റേത് പിന്നീട് നോക്കാം. പൊളിച്ചടുക്കല്ലേ? സെറ്റ് സാധനം അല്ലേ? പക്ക കാറാണൊക്കെ അല്ല. എങ്ങനെയുണ്ട്? ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടാ? ഇനി ചേച്ചിയുടെ ഗിഫ്റ്റ് ഉണ്ട്. താങ്ക് യു. ഇതെന്താ എന്തെടുത്താണല്ലോ ഈ ബോബോട് കൂടുന്നത്? എവിടെ നിന്ന് വരുന്നത്? തുറക്കട്ടാ? തുറക്ക്. ഇതെന്റെ വീട്ടിലിരുന്ന കവറല്ലേ? എന്റെ റൂമിലിരുന്ന ഹെഡ്സെറ്റിന്റെ കവർ. ഇതുള്ളല്ല. ഹാപ്പി ബർത്ത്ഡേ ടു മൈ മാൻ ഡ്രീംസ്. യു ആൾവേസ് മൈ ഫേവറേറ്റ് ഹ്യൂമൻ. മാല ഐ തിങ്ക്. പിന്നെന്തോ ഇത് മാലല്ല, ചെയിൻ, ബ്രേസ്ലെറ്റ് അവിടെ കയ്യിലിടാളാ. അതുകൊള്ളാം.
ക്യൂന് കൈ ക്യൂനിന്റെ കേറും രണ്ടുപേരല്ലെങ്കിൽ പെമ്പിള്ളാരതല്ലേ ക്യൂനിന്റെ എല്ലാരും കരുതി കൂട്ടി എനിക്ക് മഞ്ച് തന്നതിന്റെ ഉദ്ദേശം അന്ന് നീ മഞ്ച് തരാത്തതിന് പിണങ്ങിയിരുന്ന ദിവസം എന്നെ ഓടിച്ചാത്ത വെച്ച അജീഷന്റെ കൊടുക്ക എല്ലാവരുടെ ആക്ക് അവനല്ലേ ബർത്ത്ഡേ ഇത് കുഞ്ഞു വായിക്ക് കൊടുക്കുന്ന സാധനമാണ്. ഇതിന് പേരെന്തോന്നോടെ പറഞ്ഞു ആർസിയാ ഇത് RC അല്ല, മിനിയേച്ചർ. മിനിയേച്ചർ കാറല്ലേ പൊളി സാധനം. പൈസ പറയില്ലല്ലോ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോ. റോൾസ് റോയ്സിലാണ്, അപ്പം അത് ഉദ്ദേശിച്ചാൽ മതി എന്റെ വില. അതെന്നെ അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഞാനിപ്പോൾ കാറൊന്ന് പുറത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഷോട്ടുകൾ ഇങ്ങനെ കാണിച്ചു തരാം. നല്ല രസമുണ്ട് ഗൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾ വിചാരിക്കും പോലെ അത്ര വലിയൊരു ബിഗ് സൈസൊന്നും അല്ല. ഏകദേശം നമ്മുടെ ആ ഒരു കയ്യിൽ ഇത്രയൊക്കെ വരും, ഒരു കയ്യിൽ ഇത്രയൊക്കെ വരും, ഇത്രയേ വരുള്ളൂ. പക്ഷെ എന്തായാലും നൈസ് സാധനം, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഈ സാധനം ആമസോണിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. എന്തൊരു സൈസ് ലിങ്ക് ഒക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ലിങ്ക് തരാം. സൗണ്ട് കേട്ട് അടച്ചപ്പോഴാ ആ ശരിയാണല്ലോ, അലാറം തുറന്നാണ് തുറന്നോന്ന് അടച്ചാണ്. തുറക്കുമ്പോഴേ ഉള്ളു കേട്ടോ. അതായത് മറ്റേ ആരെങ്കിലും എടുത്തോണ്ട് പോകുമ്പോൾ ഒരു അലാറം കേൾക്കുമല്ലോ, അതുപോലെ അടയ്ക്കുമ്പോൾ നിൽക്കും. അടയ്ക്കുമ്പോൾ ശരിയാ, ലോക്കാണ് സൗണ്ടല്ലേ, കൊള്ളാമല്ലോ. മുമ്പ് ഇതും തുറക്കാൻ പറ്റും കേട്ടോ. അത് തുറക്കാൻ പറ്റുമെന്നാണ് അതിന്റെ ഈ പടത്തിൽ കൊടുത്തിട്ടുള്ള സെറ്റപ്പ് ഒക്കെ. ഒരു മനസ്സ് പറഞ്ഞില്ല വലിച്ചു തുറക്കാൻ. അതാണ് ഞാൻ പിന്നെ തുറക്കാത്തത്. പിന്നെ അതവിടെ പാർക്ക് ചെയ്യും, നമുക്ക് ജിമ്മിലൊക്കെ പോയിട്ട് വരാം. അത് അതിലിട്ടിരിക്കണമല്ലോ, അത്രയൊന്നും ആയില്ല. ഓ എനിക്കിപ്പോ ഒരു 2 കാർ കിട്ടിയല്ലേ, ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ. നമുക്ക് പോയിട്ട് വരാം, പോവാം. അപ്പോൾ ഗൈസ് നമ്മളിന്ന് ബാക്കി പരിപാടികൾക്ക് മുമ്പ് ജിമ്മിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. ബൈ. ഗൈസ്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറിൻ്റെ ബോണറ്റ് പൊക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു. പക്ഷേ ആക്ച്വലി ഇത് പൊക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് അതിൻ്റെ അടിയിൽ ഇങ്ങനെ എന്താ ഒരു സ്വിച്ച് എവിടെ ഒരു സ്വിച്ച് ഉണ്ടായിരുന്നു ഗൈസ്, ഇതേപോലെ ചെറിയൊരു സ്വിച്ച് ഉണ്ടായിരുന്നു. ആ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇതാ ഈ ബോണറ്റ് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ബോണറ്റ് പൊങ്ങി വരുമ്പോൾ അതായത് ഇതിൻ്റെ അകത്ത് എൻജിനൊക്കെ കാണാം അല്ലേ, അതെങ്ങനെ പാട്ടൊക്കെ കേൾക്കാം. പിന്നെ ഇതാ കറക്റ്റ് റോൾസ് റോയ്സിൻ്റെ V12 എഞ്ചിനൊക്കെ ഉണ്ട്. കറക്റ്റ് ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് കറക്റ്റ് എഞ്ചിൻ്റെ സൗണ്ടാണ് ഇതിൽ നിന്ന് വരുന്നത് ഗൈസ്. എന്നാൽ ഗൈസ് അങ്ങനെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ഉണ്ട്, മൊത്തം ഇന്ന് ഞാൻ അവന് ഊറ്റാൻ പോവുകയാണ്. അങ്ങനെ നമുക്ക് കാണാൻ എന്തായാലും ഇന്ന് മൊത്തം നിന്റെ ചിലവാണ്. ചേച്ചി ഇല്ല, ചേച്ചി എത്ര വരാത്ത ഡ്യൂട്ടിക്ക് പോയി. ചേച്ചിക്ക് ലീവ് കിട്ടാത്തതുകൊണ്ട് ചേച്ചി ഇല്ല. എന്തായാലും ഇന്ന് ഇവിടെ മാല, പുതിയ മാല എന്ത് ട്രെൻഡ് ചെയ്തല്ലോ ഉടനെ കോപ്പി ചെയ്തോളും. ഇതെന്താ നീ അന്തനല്ല, കൈ കണ്ടില്ലേ ചെയിൻ. എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയാനില്ല. ഇന്നൊരു ദിവസത്തേക്ക് വെച്ചോണ്ട് നടക്കട്ടെ ഇതെല്ലാം. അപ്പോൾ നമ്മൾ ഇന്ന് അടുത്തിനി എങ്ങോട്ടാണ് പോണത്? ലുലു മാൾ. ഓക്കെ, നമ്മൾ ലുലു മാളിൽ സിനിമയ്ക്ക് പോവുകയാണ് ഗൈസ്. സിനിമയ്ക്ക് മാത്രമല്ല, പിന്നെ ഇവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവിടെ കുറച്ച് ഓഫേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ ചില കടകളിൽ. എൻ്റെ അടുത്ത് എനിക്ക് എല്ലാം ഫ്രീ എന്നും പറഞ്ഞാണ് ഇവൻ കൊണ്ടുപോകണം. ലുലു മാളിൽ ചില കാര്യങ്ങളൊക്കെ ബർത്ത്ഡേക്കാർക്ക് ഫ്രീ എന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോവുകയാണ്. അവിടെ ചെല്ലാൻ പറയാം ബാക്കി അവസ്ഥ. അതായത് ചില കടകളിലുണ്ടല്ലോ, ഇപ്പോൾ മൗസിലൊക്കെ ബർത്ത്ഡേ അന്ന് ഇഷ്ടമുള്ള ഫുഡ് അല്ല ഇഷ്ടമുള്ള അവിൽ മിൽക്കൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമെന്നാണ് പറയണത് ഗൈസ്. അപ്പൊ എന്തായാലും അതുകൂടെ ഒന്ന് പോയി നീ അങ്ങനെ അല്ലല്ലോ ഇത്ര നേരം എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തായാലും അതെങ്കിലും കിട്ടിയാ പോരെ ഫ്രീ ആയിട്ട്. ഫ്രീ ആയിട്ടാന്ന് കിട്ടിയാ പോരാ. അപ്പൊ അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. തന്നെ കാണും. പിന്നെ സിനിമ ഓഫീസർ സിനിമ അത് കൊള്ളാന്ന് പറഞ്ഞാൽ അതും കാണാൻ പോകണം ഗൈസ്. ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ നമ്മളെ കൂടെ വേറൊരു പയ്യനോട് വരാനുണ്ട് ഗൈസ്. നമ്മളോട് ഒരു പയ്യൻ ഉണ്ട്, അവൻ വെളി ഇരിപ്പുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മുടെ എല്ലാ വീഡിയോസിലുള്ള നമ്മുടെ സുഹൃത്ത് നമ്മുടെ ഷെഹിൻ മാമൻ ഇവിടെ നിൽപ്പുണ്ട്. വീഡിയോ എടുക്കണൊക്കെ ശരി, ഇന്ന് എന്നെയാണ് ഹൈലൈറ്റ് ചെയ്യാറുള്ളത്, എൻ്റെ ബർത്ത്ഡേ ആണ്. അതൊക്കെ ഹൈലൈറ്റ് ചെയ്യാം, വന്നാൽ മതി. കഥയൊക്കെ പോയിട്ട് ഗൈസ് ഇവിടെ ആരും ഇല്ല, അമ്മയും പപ്പയൊക്കെ ഒരു സ്ഥലം വരെ പോയൊക്കെയാണ് ഗൈസ്. നമ്മളങ്ങനെ കാറിൽ കയറിയിരിക്കുകയാണ്. 11 മണിക്കാണ് ഷോ. ഇപ്പൊ ഏകദേശം 10:30 മണിയായിട്ടുണ്ട്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കാറിൽ കയറിയപ്പോഴത്തേക്ക് കാർ സ്റ്റാർട്ട് ആവണില്ല. തള്ളി ചത്തല്ലേ, ചുറ്റുമോ തള്ളി വിയർത്ത് ചത്ത്. അങ്ങനെ ഇനിയിപ്പോ 11 മണിക്ക് അവിടെ എത്തുമെന്തോ അല്ലേ? എത്തും 11 മണിക്ക് 11 മണിക്കാണ്. പിന്നെ PVR-ലായതുകൊണ്ട് എങ്ങനെയാണെന്തോ പരസ്യമൊക്കെ കഴിഞ്ഞപ്പോ തുടങ്ങുമെന്തോ അല്ലേ? ഫൈൻ കിട്ടിയെന്നൊക്കെ പറയണം. അതുകൊണ്ട് ഇനി നന്നായെന്നൊന്നും അറിഞ്ഞുകൂടാ. ഇത് നമുക്ക് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പരാതി കൊടുക്കായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവൻ 2 ദിവസം മുമ്പ് കാർ കൊണ്ടിട്ടിട്ട് അതിനകത്ത് ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് കൊണ്ടിട്ടതാണ്. എന്തിനാണ് ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത്? എന്തോ രാത്രി 7 മണിക്ക് നോക്കിയപ്പോഴത്തേക്ക് ലൈറ്റ് ഓൺ ആയി കിടക്കണം. അങ്ങനെ ഇന്ന് നോക്കിയപ്പോ ബാറ്ററി ഡൗൺ ആയി. അത് കാർബറേറ്ററിൽ വെട്ടമില്ലാത്തോണ്ട്
സൈക്കോളജിക്കൽ ബർത്ത്ഡേ ആയിട്ട് തള്ളി സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥ എന്നാ അതൊക്കെ വേണ്ടിയിരുന്ന വീഡിയോ എടുക്കാൻ. ഇന്ന് ബർത്ത്ഡേ ചെലവാണ്, അതുകൊണ്ടൊന്നും പറയരുത്. ഫുള്ള് സത്യം. ഇന്നത്തെ ദിവസത്തേക്ക് ഇവന് വെറുതെ ഞാൻ വിട്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഊറ്റണം അല്ലേടാ? ഓ ഇല്ലല്ല, ഇത് എനിക്കിപ്പോ കറക്റ്റ് ആരാണ് ആർമ പറഞ്ഞത് അറിയാം. സീക്രട്ട് ഏജന്റ്. സീക്രട്ട് ഏജന്റ് മൂന്നുപേരും അവര് മൂന്ന് പേര്. കാറിൽ കയറി നിന്നിട്ട് മറ്റേ റിവ്യൂ പറയണ ആ ഒരു ഇത് എനിക്ക് ഓർമ്മ പറഞ്ഞു. ഇതുവരെ നമ്മൾ ആ ഒരു റിവ്യൂ ഒന്നും പറയാനില്ല ഗൈസ്. നമ്മൾ ഇന്നെന്തോ നമ്മൾ മൂന്നാറിലോണ്ടാണ് കാർ എടുത്തത്, അല്ലെങ്കിൽ ബൈക്കിൽ പോകാനായിരുന്നു പ്ലാൻ. ബൈക്കില് പറ്റൂലേ, ഒന്നാ ചൂട്. മാരക വെയിലത്ത് ഈ കാറ് തള്ളി അവസ്ഥ നിങ്ങൾ തള്ളിയാണ്ട് സമയം പോയത്. സത്യം എന്തായാലും എത്തുമെന്നാണ് പ്രതീക്ഷ ഗൈസ്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ മാളിൽ ചെന്നിട്ട് കാണാം. ഹലോ ഗൈസ്, നമ്മളിങ്ങനെ സിനിമയൊക്കെ കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സിനിമയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ നമ്മൾ നിൽക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൗസീര ഔട്ട്ലെറ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബർത്ത്ഡേക്കാരന് ഫ്രീ ആയിട്ട് കിട്ടില്ലേ? അവനൊരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടി. പിന്നെ അവന്റെ ഏജ് എത്രയാണോ അതനുസരിച്ചിട്ടുള്ളത് നമുക്കും കിട്ടിയല്ലേ? 30% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഉള്ളതിൽ ഏറ്റവും വലിയൊരു കോസ്റ്റ്ലി ആയിട്ട് തന്നെ നമ്മളങ്ങ് ചെയ്ത് ഒന്നും നോക്കിയില്ല. ഒരു ദാക്ഷിണ്യം കാണിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് എവിടെയെങ്കിലും നമുക്ക് ഒരു 10-80 വയസ്സ് ആരെങ്കിലും ഉണ്ടാന്ന് നോക്കണം. അപ്പൂപ്പനെ കൊണ്ടുവരായിരുന്നു. അതാകുമ്പോ അത്രയും ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും ഗൈസ്. എന്തായാലും ഫുഡ് ഇപ്പൊ വരും, ഒരു 5 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ട്, അതേ ഫുഡ് വരും. പിന്നെ സിനിമ കണ്ടതിനൊക്കെ പറ്റിയൊക്കെ നമ്മൾ പിന്നീട് കാറിൽ കയറിയിട്ട് പറയാം ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും കാറിൽ കയറിയിരിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് സ്റ്റാർട്ടായി. ഞാൻ വിചാരിച്ച സ്റ്റാർട്ട് ആവില്ലെന്നാണ് വിചാരിച്ച, ബാറ്ററി ഡൗൺ ആയിരിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ആലോചിക്കണം, നമുക്ക് ലുലു മാളിൽ കാറ് തള്ളേണ്ടി വന്നേനെ. എവിടെയായിട്ട് തള്ളും, അടിക്കടിക്ക് വണ്ടികൾ. പോരാത്തിന് അവിടെ ഒരു ഇറക്കം പോലും ഇല്ല, എങ്ങനെ സ്റ്റാർട്ട് ആവും എന്ന് അറിഞ്ഞിട്ടരുത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് കാർ സ്റ്റാർട്ടായി ഗൈസ്. അങ്ങനെ നമ്മൾ കാറിൽ കയറിയിരിക്കുകയാണ്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലടേ, അടിപൊളി സിനിമ അല്ലേ? ഒരു അടിപൊളി പടം. കുഞ്ചാക്കോ വേറൊരാളല്ലേ രക്ഷയില്ലാത്ത അവന്. പിന്നെ അതേപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സൗണ്ട് ഒരു നെഗറ്റീവ് പറയില്ല. നെഗറ്റീവ് ഇല്ല. ഒരു ഇതിന്റെ സൗണ്ട് എഫക്റ്റ് ഒക്കെയാണ്. ആക്ഷൻ രക്ഷയില്ല. ആക്ഷനൊക്കെ ആ ഫൈറ്റിന്റെ സമയത്തുള്ള സൗണ്ട് എഫക്റ്റുകള്, BGM ആണെങ്കിലും മേക്കിങ്ങും എല്ലാം. ഈ കഥ എഴുതിയിരിക്കുന്ന ആള്, സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന ആളെന്ന് വെച്ചാൽ ഒരു ലോജിക് പരമായിട്ടാണ് എഴുതി. സ്ക്രിപ്റ്റും കൊള്ളാം, സ്ക്രിപ്റ്റും അടിപൊളിയാണ്. കൂടുതലും സിനിമയാണ്. നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളെ അവിൽ മിൽക്ക് കൊള്ളായിരുന്നല്ലേ? ആ ഒരു കൊള്ളാം, അത്യാവശ്യം കൊള്ളായതുകൊണ്ട് മുതലായി ഫ്രീ ആയിട്ട്. പിന്നെ 30% ഓഫറും കൂടെ ആയതുകൊണ്ട് നമുക്ക് വലിയ ഒരു നഷ്ടം തോന്നിയില്ല. ഇടക്കിടക്ക് പറയണമെന്നില്ല. 30 പൈസ കൊണ്ട് 30% കിട്ടി. നമുക്ക് നിന്റെ ബർത്ത്ഡേക്ക് വരാം കേട്ടോ. അപ്പൊ ഇനി 40% ഓഫർ കിട്ടും. ഓടോ പൈസ. അപ്പൊ നമ്മളിനി പോകുന്ന നേരെ വീട്ടിലോട്ടാണ്. വീട്ടിൽ കുറച്ച് പരിപാടിയുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി. അപ്പോഴത്തേക്ക് ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചി പിന്നെ പുതിയ ഗിഫ്റ്റൊക്കെ കൊണ്ടുകൊടുത്തല്ലേ വീണ്ടും? ചേച്ചി എനിക്ക് കുറെ ഡ്രസ്, ബനിയൻ. എന്തൊരു എത്ര എണ്ണോടെ ഇത്? ഇരിക്കട്ട്. എവിടത്തേക്ക്? എനിക്ക് വീട്ടിലിടാൻ, വീട്ടിടാനോ എല്ലാം ഇടാം. ഒരു ഡ്രസ് ഇട്ടോണ്ട് കിടക്കും, രാവിലെ ആ ഡ്രസ് ഇട്ടോണ്ട് ജിമ്മിൽ പോകും, വൈകിട്ട് വീണ്ടും ആ ഡ്രസ് ഇട്ട് കിടക്കും, അത് കഴിഞ്ഞിട്ട് ജിമ്മിൽ പോകും. എന്നിട്ട് 3 ദിവസത്തിലൊരിക്കൽ കഴിയും. നീ ആരെ പറ്റി പറയണ? ചേട്ടനെ കുറിച്ച്. ഇതാകുമ്പോ ഓരോ ദിവസം ഓരോ കളർ വെച്ചിടാം അല്ലേ? എതിരാരും കൊള്ളാം. ഇതെവിടെ വാങ്ങിച്ചാ ഇത്രയും? ഇത് ഞാൻ മീഷോ എന്നോ? മീഷോ എന്ന് വെച്ചാൽ എത്ര രൂപ എല്ലാം കൂടെ? 6 ഇതൊക്കെ പോളിത്തീൻ പോലത്തെ സാധനം നമുക്ക് ജിമ്മിലൊക്കെ ഉപയോഗിക്കാൻ പറ്റണം അല്ലേ? ഇവന്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ ഇവിടെ വയ്ക്കാൻ പോകുന്നതാണ്. അപ്പം നമ്മളെല്ലാരും കൂടെ തന്നെ, എങ്ങനെ എന്നെ മാത്രമായിട്ട് എല്ലാരും ഉണ്ട്, ഒന്നുമില്ല, എല്ലാരും കൂടെ ഒരുമിച്ചാണ്. ഒക്കെ. അപ്പൊ ഇനി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞാൽ ഒരു എക്സാം ഇന്ന് എന്തായാലും ഫുൾ എല്ലാവർക്കും ഫ്രീ ആണ്. താങ്ക് യു. എല്ലാരും ഫ്രീ ആണ്, അതുകൊണ്ട് പണിയെടുക്കണമെന്നുണ്ട്. അപ്പൊ ഗൈസ് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. കുറച്ച് ബിസിയാണ്, കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ബൈ. ബാക്കി എടുക്കാൻ പാടെന്നല്ലേ പറഞ്ഞു. ഇതിപ്പോ ഇതിൽ ഇരിക്കുന്ന പോലും ഇല്ല. നേരെ പെട്ടെന്ന് തീർക്കടേ. അയ്യോ നേരെ ആയിപ്പോയല്ലേ. കുറച്ച് വളം വേണ്ടായിരുന്നോ? എച്ചിന്റെ എച്ചങ്ങ് മാറ്റട്ടാടെ. അപ്പി അതിന്റെ ബർത്ത്ഡേ അപ്പി ബർത്ത്ഡേ ടു യു എന്ന് വെച്ചാല പൊളിയല്ലായിരുന്ന? ഇതിന്റെ പെയിന്റ് ഒക്കെ പോയില്ല. അതുകൊണ്ട് അതിലൊന്നും കൂടുതൽ പെയിന്റ് ഒന്നും ഇല്ല. പഴയതാ വാങ്ങിച്ചോണ്ടൊന്നാ. വയസ്സൊക്കെയാണോ? എത്ര വയസ്സാന്നുള്ള വയ്ക്കണോ? എന്റെ വയസ്സൊന്നും ഇവിടെ ഇടക്കിടക്ക് പറയണമെന്നില്ല. എനിക്ക് 22 വയസ്സ്. ഓക്കെ ഗൈസ്, ഫുൾ സെറ്റായി. വീഡിയോയിൽ പുതിയൊരാളും കൂടെ വന്നിട്ടുണ്ട്. എൻ്റെ അളിയനാണ് ഫ്രീ കൈ.
പേര് വാവച്ചി. പിന്നെ ലാവച്ചി എന്നല്ലേ പേര്? വാവക്കുട്ടൻ. വാവക്കുട്ടൻ. കണ്ട തക്കുട് കുട്ടൻ. കാണുന്ന വിചാരിക്കും നിങ്ങൾ എനിക്ക് സസ്പെൻസ് പറഞ്ഞു. സസ്പെൻസ് തരാൻ വെച്ചിരുന്നതാണ് അല്ലേ? വന്ന് കയറി നോക്കാരെങ്കിലും പറഞ്ഞാ? ഇതെല്ലാം വെറുതെ പറഞ്ഞതാണ്. റൂം അടച്ചിട്ട് ചെയ്യണത്. ഇത് ഹാളാണ് ഗൈസ്. ഹാളിൽ ഏത് റൂമാണ് ഇവന്മാർ അടയ്ക്കണത്? ഗൈസ്, അപ്പോൾ ഇതിന്റെ പരിപാടി കഴിഞ്ഞ് ഈ അക്ഷരങ്ങളൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞ് ഇനി അടുത്ത് ബലൂൺ ഒട്ടിച്ച് വെക്കണം. ഇതെങ്ങനെ ഒട്ടിക്കാൻ പോണ ബലൂണ്? പിടിച്ചോണ്ടൊക്കെ നെല്ലട രണ്ടറ്റത്തായിട്ട്. ഇനി പൊട്ടിക്കാനൊന്നും സമയമില്ല. കെട്ടി തൂക്കിയിട്ടാലോ? ആണ്ട് ഈ വള്ളികളിൽ ഇപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ സെലോട്ടേപ്പാണെന്ന് തോന്നുന്നു. ഒട്ടല്ലേ? ഓ, അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ബാക്കി ഇനി കഴിച്ചു നോക്കണം. നീ ഇത്ര വിഷമിച്ചിരിക്കണം? ഓ, ബർത്ത്ഡേ ആയിട്ട് എന്താ വിഷമിച്ചിരിക്കണം? ഫുഡ് താമസിച്ചിട്ടുണ്ടോ? വിശക്കണം. അപ്പം നമ്മൾ കഴിക്കാം. അപ്പോൾ ബാക്കി നമ്മൾ കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മളുണ്ടാക്കിയതുകൊണ്ടാണെന്ന് പറഞ്ഞുകൂടെ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് വെച്ചുകൊണ്ടായിരിക്കും ആ ഒരു ഇത് വന്നത്. അത് നീ ഉണ്ട പറഞ്ഞു ഗൈസ്. എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളായിരുന്നു. നൈസ് ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഇതോടെ ഇന്നത്തെ വ്ളോഗ് കൂടെ അവസാനിപ്പിക്കാൻ പോകണം. അപ്പോൾ ഒന്നുകൂടെ ലാസ്റ്റായിട്ട് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അന്ന് ചേച്ചി ഒളിച്ചിരിക്കണം. ഒളിച്ചിരുന്നാലും ഇതിൽ കിട്ടും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാം ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് ഹാപ്പി ബർത്ത്ഡേ എന്ന് വിഷ് ചെയ്തേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.